2018 പ്രളയ രക്ഷാപ്രവർത്തനത്തിന് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. 102 കോടി രൂപയുടെ ബില്ല് വ്യോമസേന കേരളത്തിന് അയച്ചു. എപ്പോഴാണ് അയച്ചത്? 2019 ഫെബ്രുവരിയിൽ. അത് SDRFൽ നിന്ന് കൊടുക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ്. 2018 നൽകിയ അരിയുടെ വില 205 കോടി 81 ലക്ഷം രൂപ. ഈടാക്കാൻ കത്ത് നൽകിയതും 2019 അതും SDRFൽ നിന്ന് കൊടുക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥമാണ്. അതുപോലെ മേപ്പാടിയിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സേനകൾക്കുണ്ടായ ചെലവുകൾ, അവരുപയോഗിച്ച അത്യാധുനിക ഉപകരണങ്ങൾക്കും സംവിധാനങ്ങൾക്കും ഉൾപ്പെടെയുള്ള ചെലവുകൾ, ഇവയെല്ലാം ബില്ലുകളായി പിന്നീടാണ് വരിക. അപ്പോൾ അത് കൊടുക്കാൻ SDRFൽ പണം വേണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മെമ്മോറാണ്ടം ഉണ്ടാക്കുക. ഇതൊന്നും മനക്കണക്ക് വെച്ച് ചെയ്യുന്നതല്ല. അതിനവലംബിക്കേണ്ട ശാസ്ത്രീയ രീതികളുണ്ട്. വിവിധ സാഹചര്യങ്ങൾ സിമുലേറ്റ് ചെയ്ത് വേണം അതിൻ്റെ പരമാവധിയിലേക്ക് എത്തിപ്പെടാൻ. അവ യഥാർത്ഥത്തിൽ കൂടുതലാവുകയാണെങ്കിൽ അത് കേന്ദ്ര സംഘം പരിശോധിച്ച് കുറക്കും. എന്നാൽ ദുരന്തഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം അത്രയൊക്കെ മതി എന്നൊരു നിലപാട് സർക്കാരിന് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മെമ്മോറാണ്ടത്തിൽ ഒരിടത്തും പെരുപ്പിച്ച് കാട്ടിയ കണക്കുകളല്ല, സംസ്ഥാനത്തിന് പരമാവധി സഹായം ലഭിക്കാൻ തയ്യാറാക്കിയതാണ്. SDRFലെ അനുവദനീയമായ ഓരോ ഹെഡുകളിലും നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്ന തുകയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് കണക്കാക്കാനാണ് നിയതമായ രീതികളും മാനദണ്ഡങ്ങളും ഉള്ളത്. ഉദാഹരണത്തിന് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വേണ്ട ചെലവ്, ഇത് കണക്കാക്കുമ്പോൾ അതിനാവശ്യമായ ഭൂമി വാങ്ങൽ, ആ ഭൂമി ഇതിനായി തയ്യാറാക്കൽ, അവിടെ കുഴികളെടുക്കാൻ ആവശ്യമായ യന്ത്രങ്ങളും സാമഗ്രികളും മനുഷ്യവിഭവവും ലഭ്യമാക്കൽ, ഓട്ടോപ്സി നടപടികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ സജ്ജീകരിക്കൽ, മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ അവ മാർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങളൊരുക്കൽ, ഇവ ട്രാൻസ്പോർട്ട് ചെയ്യൽ, ഇങ്ങനെയുള്ള ഘടകങ്ങളാകെ വിലയിരുത്തിക്കൊണ്ട് വേണം ചെലവ് കണക്കാക്കാൻ. വയനാട്ടിലെ കാര്യമാണെങ്കിൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ 128 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നുള്ള കാര്യം കൂടി മുൻകൂട്ടി കാണണം. അവ ശരീരഭാഗങ്ങളായാണ് ലഭിക്കുന്നത് എങ്കിലും അവയെ ഓരോന്നിനെയും ഓരോ മൃതദേഹമായി തന്നെ കണ്ട് സംസ്കരിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നയം. അപ്പോൾ അതിനുകൂടിയുള്ള ചെലവുകൾ പ്രതീക്ഷിക്കണം. അധിക ഭൂമി ആവശ്യമെങ്കിൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. അതിനെല്ലാം പ്രതീക്ഷിക്കുന്ന ചെലവാണ് മെമ്മോറാണ്ടത്തിൽ രേഖപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഇതിനായി മനുഷ്യാധ്വാനവും സൗജന്യമായി കേരളത്തിലെ നല്ലവരായ മനുഷ്യർ പലയിടങ്ങളിൽ ലഭ്യമാക്കിയേക്കാം. എന്നാൽ അത് വെച്ച് മാത്രം സർക്കാർ കണക്ക് തയ്യാറാക്കാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ ഇതിനൊന്നും നമുക്ക് പണം തരേണ്ടതില്ല എന്ന നിലപാട് എടുക്കാനും പറ്റില്ല. നമുക്ക് ഇനിയും നിറവേറ്റാൻ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട്. മാനദണ്ഡങ്ങളനുസരിച്ച് പണം ചെലവഴിക്കേണ്ടതുമുണ്ട്. ഇത്തരത്തിലാണ് ഓരോ കണക്കുകളും തയ്യാറാക്കിയത്. വേറൊരു ആക്ഷേപമുയർത്തിയത്
സന്നദ്ധ പ്രവർത്തകരുടെ പേരിൽ കോടികൾ, ഇതായിരുന്നു മറ്റൊരാക്ഷേപം. മെമ്മോറാണ്ടത്തിലെ വോളണ്ടിയേഴ്സ് ആൻഡ് ട്രൂപ്സ് എന്നതിലെ സേനകളെന്ന ഭാഗം സൗകര്യപൂർവ്വം ഒഴിവാക്കി ആ കണക്കുകൾ അവതരിപ്പിക്കുകയാണ് ഈ മാധ്യമങ്ങൾ ചെയ്തത്. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കേരളത്തിൽ കേന്ദ്രസേനകൾ എത്തിയിട്ടുണ്ട്. ആ കേരളത്തിലേക്ക് എത്തിച്ച കേന്ദ്രസേനകളെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അവർക്ക് താമസമൊരുക്കാനും ഒന്നും ചെലവാകില്ല എന്നാണോ? വിമാനക്കൂലി മുതൽ ഇവരെയും ഉപകരണങ്ങളെയും കണ്ണൂരിലെയും കരിപ്പൂരിലെയും എയർപോർട്ടിൽ നിന്നും ദുരന്ത സ്ഥലത്ത് എത്തിക്കാനും അതുപോലെ ഇവരെയൊക്കെ തിരിച്ചയക്കാനുമുള്ള ചെലവുകൾ കാണണ്ടേ? കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് പോലീസും ഫയർഫോഴ്സും ആരോഗ്യ പ്രവർത്തകരും ഇവിടെ എത്തിയില്ലേ? അവരുടെ താമസവും ഭക്ഷണവും യാത്രാ ചെലവും കാണിക്കണ്ടേ? സന്നദ്ധ പ്രവർത്തകരുടെ കൂട്ടത്തിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് സർക്കാർ കൊണ്ടുവന്ന പരിശീലനം കിട്ടിയ ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുണ്ടല്ലോ. ഇതെല്ലാം കണക്കിലെടുക്കണ്ടേ? 90 ദിവസം വരെ തെരച്ചിൽ തുടരുകയാണെങ്കിൽ നൂറുകണക്കിന് വരുന്ന ഈ സന്നദ്ധ പ്രവർത്തകരും രക്ഷാസേനകൾക്കും വേണ്ടി പ്രതീക്ഷിക്കേണ്ട ചെലവുകൾ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു വാങ്ങണ്ടേ? കേരളത്തിലെ വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ നിസ്വാർത്ഥമായ സേവനം ദുരന്തബാധിത പ്രദേശത്ത് ചെയ്തിട്ടുണ്ട്. അവരാരും തന്നെ അതിൽ പണം ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നാൽ കേരളത്തിൽ ഇങ്ങനെയെല്ലാം ജനങ്ങൾ ചെയ്തുകൊള്ളും എന്നാണോ നാം കേന്ദ്രത്തോട് പറയേണ്ടത്? ഇതെല്ലാം പരിഗണിച്ച് വേണം മെമ്മോറാണ്ടത്തിലെ ഓരോ വരിയും തയ്യാറാക്കാൻ. നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് അജ്ഞരായവരോ അങ്ങനെ നടിക്കുന്നവരുമായി ഇവിടുത്തെ ഒരു കൂട്ടം മാധ്യമങ്ങൾ മാറി എന്നതാണ് വസ്തുത. വിദ്യാസമ്പന്നരായ മാധ്യമപ്രവർത്തകർ പ്രതീക്ഷിക്കുന്ന ചെലവുകളെ ചെലവഴിച്ച തുക എന്നും പിന്നീട് പെരുപ്പിച്ച തുക എന്നും പ്രചരിപ്പിക്കുന്നത് വിദ്യാഭ്യാസക്കുറവിൻ്റെ പ്രശ്നമല്ല. കാരണം പ്രതീക്ഷിക്കുന്ന ചെലവും അവർ പറഞ്ഞ ഈ ചെലവഴിച്ച തുക എന്നതും തമ്മിലുള്ള വ്യത്യാസം നല്ലതുപോലെ അവർക്കെല്ലാം അറിയാലോ. അവരുടെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ കുഴപ്പമാണ് ഇവിടെ ദൃശ്യമാവുന്നത്. ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ നിർബന്ധിതമാവുകയാണ്. ഇവിടെയാകട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിന്യായത്തെയാണ് ദുർവ്യാഖ്യാനം ചെയ്തത്. ഇൻ്റർഫിയറൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ജസ്റ്റിസ് ആണ് നടത്തിയിരിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുള്ള നിയമ നടപടികൾ ആലോചിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇതാദ്യമല്ല മാധ്യമങ്ങൾ ഈ വിധം ഇല്ലാക്കഥ മെനയുന്നത്. മാധ്യമങ്ങളുടെ ക്രിമിനൽ വാസനാ വികൃതികളുടെ എത്രയോ ഉദാഹരണങ്ങൾ ഇതിനു മുൻപ് നമ്മുടെ മുന്നിലുള്ളതാണ്. സർക്കാരിനെതിരെ മാത്രമല്ല, തങ്ങൾക്ക് ഹിതകരമല്ലാത്ത രാഷ്ട്രീയത്തിനെതിരെയും വ്യക്തികൾക്കെതിരെയും നിരന്തരം ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓർമ്മയില്ലേ കെവിൻ കേസ്? ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസമല്ലേ അന്ന് കെവിൻ കൊലക്കേസിൽ ചില മാധ്യമങ്ങൾ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടത്? നടന്നത് ദുരഭിമാനക്കൊലയാണെന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും
സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത DYFIയെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാനായിരുന്നല്ലോ ഒരു വിഭാഗം മാധ്യമങ്ങൾ വല്ലാതെ വ്യഗ്രത കാട്ടിയത്. തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് കഴിയുന്നതുവരെയും DYFIയെ ആക്രമിക്കാനായിരുന്നു ഇത്തരം ചാനലുകൾക്ക് അമിതമായ താൽപ്പര്യം. അവസാന വോട്ടും വീണ് കഴിഞ്ഞുവെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് കെവിൻ കേസിലെ പ്രതികൾ ഭാര്യാ സഹോദരനും പിതാവുമാണെന്ന് വ്യക്തമായി റിപ്പോർട്ട് ചെയ്യാൻ പലരും തയ്യാറായത്. ഓർമ്മയില്ലേ ഓമനക്കുട്ടൻ്റെ കഥ? അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന ഒന്നല്ലാലോ അത്. പ്രളയ സമയത്ത് ചേർത്തലക്കാരൻ ഓമനക്കുട്ടനെ ഏത് രീതിയിലായിരുന്നു ക്രൂശിച്ചിരുന്നത്? ആലപ്പുഴ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങളുമായി വന്ന ഓട്ടോക്ക് വണ്ടിക്കൂലി കൊടുക്കാൻ പണമില്ല. അതുകൊണ്ട് ക്യാമ്പിലുള്ള ജലറോഡ് 70 രൂപ ഈ ഓമനക്കുട്ടൻ പിരിച്ചു. ആ ഓമനക്കുട്ടൻ CPIMൻ്റെ പ്രാദേശിക നേതാവ്. അദ്ദേഹത്തെ ഏത് വിധേനയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കിയാൽ മതി. ദുരിതാശ്വാസ ക്യാമ്പിലെ വട്ടിപ്പിരിവുകാരനായല്ലേ അദ്ദേഹത്തെ ചിത്രീകരിച്ചത്? വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം SFIക്കാർ തകർത്തു എന്തായിരുന്നില്ലേ കുറേ ദിവസം കുറേ മാധ്യമങ്ങൾ ബോധപൂർവം പ്രചരിപ്പിച്ചത്? എന്നാൽ പിന്നീട് ഇതിൻ്റെ വാസ്തവം വ്യക്തമായതല്ലേ. SFIക്കാർ ഓഫീസ് വിട്ടിറങ്ങിയ ശേഷമാണ് ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടതെന്ന വസ്തുത പിന്നീട് തെളിവ് സഹിതം പുറത്തു വന്നില്ലേ. AKG സെൻറ്റർ ആക്രമണ കേസിൽ ആളെ കിട്ടിയോ എന്തായിരുന്നില്ലേ പരിഹാസപൂർവ്വം ചോദിച്ചുകൊണ്ടേയിരുന്നിരുന്നത്? ഒടുവിൽ ആളെ കിട്ടിയപ്പോൾ അത് കോൺഗ്രസിൻ്റെ വേണ്ടപ്പെട്ടയാളായിരുന്നില്ലേ? കൂടാതെ ഈയിടെ പിടിയിലായ ഈ കേസിലെ മുഖ്യ ആസൂത്രകനും KPCC പ്രസിഡന്റിൻ്റെ അടുത്ത അനുയായിയല്ലേ ഇതേ വ്യക്തി? നേരത്തെ കണ്ണൂർ തിരുവനന്തപുരം വിമാനത്തിലുണ്ടായ ആക്രമണ ശ്രമത്തിൽ അന്ന് വിമാനത്തിലുണ്ടാവുകയും അതിൻ്റെ ആസൂത്രണമടക്കം നടത്തുകയും ചെയ്തുവെന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തില്ലേ. ന്യൂയോർക്കിലെ ലോ കേരള സഭ മേഖലാ സമ്മേളനം, അതിനെപ്പറ്റി എങ്ങനെയായിരുന്നു വാർത്ത? താരദിശ മോഡലിൽ പിരിവ് എന്നല്ലേ വാർത്ത ചമച്ചത്? ലോ കേരള സഭയിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ 82 ലക്ഷം രൂപ ഫീസ് എന്നായിരുന്നു ആ ഘട്ടത്തിൽ കൊടുത്ത തലക്കെട്ട്. ന്യൂയോർക്കിലെ സമ്മേളന നടത്തിപ്പിന് സംഘാടകർ സ്പോൺസർഷിപ്പിൻ്റെ വഴി തേടിയതിനെ മുഖ്യമന്ത്രിക്കൊപ്പം ഇരിക്കാൻ പണം പിരിക്കുന്നു എന്ന് കാട്ടിയല്ലേ വ്യാജ വാർത്ത നിർമ്മിച്ചത്. ഇത്തരം കാര്യത്തിലൊന്നും ഒരു ലജ്ജയില്ലാലോ. ഇങ്ങനത്തെ ഒരു വാർത്ത പൊളിഞ്ഞാൽ അടുത്ത വാർത്ത മെനയുന്നതിന് ഒരു ലജ്ജയുമില്ലാലോ. മാധ്യമപ്രവർത്തനത്തിൻ്റെ മാനം മാറുന്നു എന്നാണ് പുതിയ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഉള്ളതിൽ നിന്ന് മാറുകയാണ്, അതിൻ്റെ മാനം മാറുകയാണ്. കേരളത്തെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണ്. ഏത് കാര്യവും തെറ്റായ വാർത്ത നൽകി വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. സ്വീകരിക്കാൻ പാടില്ലാത്ത ഈ നില ജനങ്ങൾ സജീവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകേണ്ടി വന്നത്? വ്യക്തികളെ, രാഷ്ട്രീയ പാർട്ടികളെ ആക്രമിക്കുന്നതും സർക്കാരിനെ വിമർശിക്കുന്നതും മാധ്യമങ്ങളുടെ
രീതിയാണ്. അതിൽ പുതുമ കാണുന്നില്ല. ഇവിടെ ഒരു നാടിനെ തന്നെയാണ് ആക്രമിക്കുന്നത്. സർക്കാരിനെതിരെയുള്ള വ്യാജ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും മാത്രമല്ല, ജനങ്ങൾക്ക് വലിയ തോതിൽ ഉപകാരപ്രദമാകുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ തകർക്കാനും ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഉണ്ടാകുന്നു. അത് പല രൂപത്തിൽ ഇപ്പോഴും തുടരുന്നു. എന്നാൽ ഇവരാലോചിക്കുന്നില്ല ഈ വ്യാജ പ്രചരണങ്ങൾ എത്ര പാവപ്പെട്ട മനുഷ്യരെയാണ് ബാധിക്കുന്നത് എന്ന്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇല്ലാതായാൽ ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് ചികിത്സാ സഹായം ലഭ്യമാകാതെ പോവുക. അതോടൊപ്പം വിവിധ ദുരിതങ്ങൾ നേരിട്ടവർക്കുള്ള അടിയന്തര സഹായങ്ങളും നിലച്ചുപോകും. അതുകൊണ്ട് അത്തരം പ്രചരണം നടത്തുന്നവർ ഈ ഹതഭാഗ്യരെ ഓർത്ത് അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സർക്കാർ ഇപ്പോഴത്തെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 2135 കോടി 29 ലക്ഷം രൂപയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2135 കോടി 29 ലക്ഷം രൂപയാണ് CMDRF നിന്ന് വിതരണം ചെയ്തത്. അതിൽ ചികിത്സാ സഹായമായി മാത്രം നൽകിയത് 685 കോടി 62 ലക്ഷം രൂപയാണ്. ആയിരക്കണക്കിന് പേർക്കാണ് സഹായം ലഭ്യമായത്. ഇതുകൂടാതെ പ്രളയബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ സർക്കാർ വന്ന ശേഷം 856 കോടി 95 ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് ദുരിതമനുഭവിച്ചവർക്ക് 380 കോടി 95